ഹായ്, ഇന്നത്തെ യാത്രയിൽ ബന്ദിപ്പൂർ ജീപ്പ് സഫാരിയും അവിടുന്ന് മൈസൂർ വഴി വീരപ്പന്റെ കാടായ സത്യമംഗലം വരെയുള്ള യാത്രാവിശേഷങ്ങളാണ്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റിൽ ജീപ്പ് സഫാരിക്കായിട്ടാണ്. ഗുണ്ടൽപേട്ട് വന്ന് താമസിച്ച വെളുപ്പിന് 5:30 ഞാൻ കർണാടക ഫോറസ്റ്റ് ട്രെക്കിംഗ് സ്പോട്ടിലെത്തി. ജീപ്പിലാണ് സഫാരി. 5 പേർക്ക് യാത്ര ചെയ്യാവുന്ന ജീപ്പിൽ 1100 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഫോറസ്റ്റുകളിൽ 2ാം സ്ഥാനമാണ് ബന്ദിപ്പൂർ ഫോറസ്റ്റിനുള്ളത്. ചാമരാജനഗർ ജില്ലയിൽ ഗുണ്ടൽപേട്ട് താലൂക്കിലാണ് ഈ ടൈഗർ റിസർവ് ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗം കൂടിയാണിത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിസർവ് ഫോറസ്റ്റും ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ള ഒരു കാടാണിത്. 869 കിലോമീറ്റർ സ്ക്വയർ ഉള്ള ഈ കാട് 1973 ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. 19ാം നൂറ്റാണ്ടിൽ ഭക്തപൂരിൽ നിന്നുള്ള നവാസ് എത്തിയതോടെയാണ് ബന്ദിപ്പൂരിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. അതിനു മുമ്പ് മഗറുകളാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇപ്പോൾ ഇത് നിരവധി വംശീയ വിഭാഗക്കാരുടെ ആസ്ഥാനമാണ്. മൈസൂരിലെ മഹാരാജാവായിരുന്ന വേണുഗോപാലെ ആണ് 1931 ഈ വന്യജീവി സങ്കേതം ആരംഭിക്കുന്നത്. 90 കിലോമീറ്റർ സ്ക്വയർ മാത്രമായിരുന്ന ഈ കാട് വേണുഗോപാലെ വന്യജീവി സങ്കേതം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഈ കാടിനോട് 800 കിലോമീറ്റർ സ്ക്വയർ കൂടി ചേർക്കുകയും കാടിന്റെ പേര് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് എന്നാക്കുകയും ചെയ്തു. ഏകദേശം ഈ കാട്ടിൽ 200ഓളം ടൈഗറും 1100-ലധികം ആനകളും 300-ലധികം പുള്ളിപ്പുലികളും 2000-ലധികം കാട്ടുപോത്തുകളും ഉള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബന്ദിപ്പൂരും നാഗർഹോളും കൂടെ ചേർന്നാൽ ഏകദേശം 400ഓളം ബംഗാൾ ടൈഗർ ഇവിടെ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഞങ്ങളുടെ വണ്ടിയുടെ കുറുകെ ഒരു ആന പാസ് ചെയ്തായിരുന്നു. എൻ്റെ വണ്ടിയിൽ കുറച്ച് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ളതുകൊണ്ട് അവർക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വണ്ടി കുറച്ച് നേരം നിർത്തിയിട്ടു. ഞങ്ങളുടെ വണ്ടിയുടെ പുറകിലായി മാൻകൂട്ടങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കാട്ടിൽ ജീപ്പ് സഫാരിക്ക് പോകുന്ന ഏതൊരാളുടെയും മനസ്സിൽ കാണാൻ ആഗ്രഹിക്കുന്ന മൃഗം കടുവ തന്നെയായിരിക്കും. എൻ്റെ മനസ്സിലും അതുതന്നെയാണ് കേട്ടോ. ഞങ്ങൾ തുറസായ കാട്ടിൽ നിന്നും അല്പം ചെടികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാട്ടുവഴിയിലൂടെ കയറി. 2 മണിക്കൂറാണ് ഈ ജീപ്പ് സഫാരിയുടെ സമയം. ഇപ്പോൾ സമയം രാവിലെ 7 മണി. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. മരങ്ങൾക്കിടയിലൂടെ സൂര്യന്റെ വെളിച്ചം കാട്ടിലേക്ക് പതിക്കുമ്പോഴുള്ള കാടിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇതുപോലുള്ള സഫാരികൾക്ക് വന്നാൽ മാത്രമേ സാധിക്കൂ. അപ്പൊ ഇനി കുറച്ചു നേരം കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാം. ഈ കാട്ടിൽ നമുക്ക് മാനുകളെ നിറയെ കാണാൻ സാധിക്കും കേട്ടോ. മറ്റു മൃഗങ്ങളെയും കടുവയെയും ഒരു ഓപ്പൺ ഫോറസ്റ്റിൽ കാണുക എന്നത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. കണ്ടില്ലേ, ഒരു കടുവയുടെ കാൽപ്പാടാണ്. നമുക്ക് മുന്നേ പോയ ജീപ്പിന്റെ വീൽപ്പാടിന് മുകളിലാണിത്. അതായത് കടുവ പാസ് ചെയ്തിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റേ ആയിട്ടുള്ളൂ. ഇതാണ് ഒരു ഓപ്പൺ ഫോറസ്റ്റിൽ മൃഗങ്ങളെ കാണാൻ ഭാഗ്യം വേണമെന്ന് പറയുന്നത്. എന്തായാലും ഈ പ്രാവശ്യം എനിക്ക് ആ ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ഇനി എപ്പോഴെങ്കിലും നേരിട്ട് കടുവ കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടുന്ന് ഏകദേശം 9 മണിയോടെ ഞാൻ ജീപ്പ് സഫാരിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഗുണ്ടൽപേട്ടേക്കും അവിടെ നിന്ന് നേരെ മൈസൂരേക്കും യാത്രയായി. ഗുണ്ടൽപേട്ട് നിന്നും മൈസൂരേക്കുള്ള ഭാഗങ്ങൾ ഭൂരിഭാഗവും ഗ്രാമങ്ങളും കൃഷികളുമൊക്കെയാണ്. ഈ ഗുണ്ടൽപേട്ടിനെ ഇന്ത്യയുടെ ഫ്ലവർ വാസ് എന്നും പറയാറുണ്ട് കേട്ടോ. അതിനു കാരണം ഇവിടെ സൂര്യകാന്തി പാടങ്ങളും ജമന്തി പാടങ്ങളും ധാരാളമായി ഉള്ളതുകൊണ്ടാണ്.
ഞാൻ ആദ്യം പോയത് ഒരു ക്യാബേജ് ഫാമിലേക്കാണ്. പച്ചയും ചുവന്നതുമായ ക്യാബേജ് ഇവിടെ വിളഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അതിനടുത്ത് തന്നെയായി തക്കാളിയുടെ ഒരു വലിയ കൃഷിത്തോട്ടവുമുണ്ട്. ഉരുളക്കിഴങ്ങ് വിളവെടുപ്പ് കഴിഞ്ഞൊരു പാടം അടുത്ത കൃഷിക്കായി ഉഴുതുമറിക്കുകയാണ്. ഇതുപോലെ കാളകളെ ഉപയോഗിച്ചൊക്കെ ഉഴുതുമറിക്കുന്ന കാഴ്ചകളൊക്കെ നേരിട്ട് കാണുന്നത് ഒരു കൗതുകം തന്നെയാണ്. കുറച്ചു നേരം ഞാൻ ആ കാഴ്ചയൊക്കെ കണ്ടു നിന്നു. ഫാമിനടുത്തായിട്ട് തന്നെ പാകമായി നിൽക്കുന്ന ഒരു ഫ്രൂട്ടിന്റെ മരമാണിട്ടത്. എന്ത് ഫ്രൂട്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഒരു കന്നഡയിൽ എന്തോ പേരാ പറഞ്ഞത്. ഉരുളക്കിഴങ്ങുകൾ വിളവെടുത്ത് ഫാമിന്റെ ഒരു സൈഡിലായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ ചാക്കുകളിലാക്കി മാർക്കറ്റിലേക്ക് എത്തിക്കണം. ഫാമിന്റെ മറ്റൊരു ഭാഗത്ത് പണിക്കാർ ഉഴുതുമറിച്ച പാടത്തു നിന്നും ഉരുളക്കിഴങ്ങുകൾ പിറക്കി ചാക്കിലാക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമല്ലോ. ശരിക്കും ഈ ഫാമുകളിൽ സീസണിൽ സൺഫ്ലവറുകളും കൃഷി ചെയ്യാറുണ്ട് കേട്ടോ. സൺഫ്ലവർ ഫാമുകൾ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇതിലെ വന്നാൽ റോഡിന് ഇരുവശങ്ങളിലും പൂന്തോട്ടങ്ങളുടെ ഭംഗിയൊക്കെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം. കൂടാതെ ഗുണ്ടൽപെട്ട് നിന്നും മൈസൂരേക്കുള്ള യാത്രയിൽ ഭൂരിഭാഗവും നെൽപ്പാടങ്ങളും ഇഞ്ചിത്തോട്ടങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ വഴിയിലൂടെയുള്ള യാത്ര ഏതൊരു സഞ്ചാരിക്കും മനോഹരമായ കാഴ്ചകളായിരിക്കും സമ്മാനിക്കുക. അപ്പോൾ ഇനി കുറച്ചു നേരം നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി മൈസൂർ എത്തിയിട്ട്. പോകുന്ന വഴി നെൽപ്പാടത്തിനരികിലായിട്ട് നിൽക്കുന്നൊരു പുല്ലാണിട്ടത്. ഈ പുല്ല് ഒന്നിച്ച് പൂത്ത് നിന്നിട്ട് കാണാൻ നല്ല രസമാണ്. പ്യുവർ വൈറ്റ് ആയിട്ട്. ഞാൻ കുറച്ചു നേരം അതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നിന്നിട്ട് അവിടെ. നാട്ടിലായിരുന്നെങ്കിൽ ഇതെടുത്തിട്ട് ഡെക്കറേഷൻ പർപ്പസിനൊക്കെ ഉപയോഗിക്കായിരുന്നു. സീസൺ അല്ലായിരുന്നിട്ട് കൂടി പോകുന്ന വഴിയിൽ ഒരു ഫാമിൽ സൂര്യകാന്തി കൃഷി ചെയ്ത് പൂവിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കാരണം എനിക്കിത് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റി. ഇവിടെ നിന്ന് നേരെ മൈസൂരിലെത്തി. ആദ്യം ഞാൻ പോയത് മൈസൂർ സൂവിലേക്കാണ്. മൈസൂർ ഭരണാധികാരിയായ ചാമരാജേന്ദ്ര 1892 16 ഏക്കറിൽ സ്വകാര്യ സൂ ആയിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. അന്ന് ഇതിൽ പബ്ലിക്കിന് പ്രവേശനമില്ലായിരുന്നു. പിന്നീട് അതിൻ്റെ അവകാശം ഹോർട്ടിക്കൾച്ചറിന് കൈമാറി. അവരത് 78 ഏക്കറായിട്ട് വിസ്തീർണം വർദ്ധിപ്പിച്ചു. പിന്നീട് ഇന്ത്യൻ ബോർഡ് ഓഫ് വൈൽഡ് ലൈഫ് മൈസൂർ മൃഗശാല വന്യജീവികളുടെ പ്രജനന കേന്ദ്രമാക്കാൻ ധനസഹായങ്ങൾ ചെയ്തു തുടങ്ങി. അതിനുശേഷം മൈസൂർ മൃഗശാലയുടെ ഭരണം വനം വകുപ്പിന് കൈമാറി. ഇന്ന് മൈസൂർ സൂവിന് 132 വർഷത്തോളം പഴക്കമുണ്ട്. ഏകദേശം 200 ഏക്കറോളം വരുന്ന മൃഗശാല സിറ്റിയുടെ ഒത്ത നടുക്കാണ് സ്ഥിതി ചെയ്യുന്നത്. 3 കിലോമീറ്ററോളം നടന്നാലാണ് നമുക്ക് ഈ സൂ പൂർണ്ണമായും കണ്ടു തീർക്കാൻ പറ്റും. ഏകദേശം 30 രാജ്യങ്ങളിൽ നിന്നും 168ഓളം ഇനങ്ങളിൽപ്പെടുന്ന 1500ഓളം വെറൈറ്റി മൃഗങ്ങളും പക്ഷികളും ഇവിടെ നമുക്ക് കാണാം. വളരെ നീറ്റ് ആൻഡ് ക്ലീനായി സൂക്ഷിക്കുന്ന ഈ സൂയിൽ സന്ദർശകർക്ക് വിശ്രമിക്കാനും പ്രാഥമിക കാര്യങ്ങൾക്കുമുള്ള സൗകര്യങ്ങൾ കൂടാതെ വലിയൊരു കഫേയും ഈ കോമ്പൗണ്ടിലുണ്ട്. അപ്പോൾ ഈ മൈസൂർ സൂ ഇതുവരെ കാണാത്തവർ ഇനി മൈസൂർ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും കൂടി വിസിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മൃഗങ്ങളെയും കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ഓരോ മൃഗങ്ങളെയും സംരക്ഷിക്കുന്നത് അതാത് ജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വലിയ കോമ്പൗണ്ടുകളിലാണ്.
അതുകൊണ്ട് തന്നെ ഈ മൃഗശാലയിൽ എത്ര തന്നെ സന്ദർശകർ വന്നാലും ഇവർക്കതൊരു ഡിസ്റ്റർബൻസ് ആവാൻ തീരെ സാധ്യതയില്ല. ശരിക്കും പുറത്തുനിന്ന് നോക്കിയാൽ സിറ്റിയുടെ ഉള്ളിൽ ഇത്രയും വലിയൊരു 200 ഏക്കറോളമുള്ള സൂ ഉണ്ടെന്ന് ആരും തന്നെ വിശ്വസിക്കില്ല. ഇവിടെ നിന്ന് ഞാൻ നേരെ പോയത് 30 കിലോമീറ്റർ അകലെയുള്ള നഞ്ചങ്കോട് എന്ന സ്ഥലത്തെ നഞ്ചുണ്ടേശ്വരം ക്ഷേത്രത്തിലേക്കാണ്. നഞ്ചങ്കോട് സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയുടെ കൈവരി നദികളിലൊന്നായ കബനി നദിയുടെ വലതുകരയിലാണ്. ഈ നഞ്ചങ്കോട് പരലാപുരി എന്നും അറിയപ്പെടുന്നു. വലിയ നഞ്ചങ്കുണ്ടേശ്വരം അഥവാ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്താൽ പ്രശസ്തമാണ് ഈ നഞ്ചങ്കോട്. വിഷം കഴിച്ച ശിവൻ എന്നാണ് നഞ്ചുണ്ടേശ്വരം എന്ന വാക്കിന്റെ അർത്ഥം. മൈസൂർ മുൻ ഭരണാധികാരിയായിരുന്ന ഹൈദരാലി ഖാൻ നഞ്ചുണ്ട ദൈവത്തിൽ ശക്തമായി വിശ്വസിച്ചിരുന്നു. ഈ സ്ഥലത്തെ തെക്കൻ വാരണാസി എന്നും അറിയപ്പെട്ടിരുന്നു. ടിപ്പു സുൽത്താനും ക്ഷേത്രവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ഈ അമ്പലത്തിലെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് രഥോത്സവം. ഈ അമ്പലത്തിലെ രഥോത്സവം വളരെ പ്രശസ്തി കേട്ടതാണ്. 10ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാർ ഈ ക്ഷേത്രത്തിന് തുടക്കമിട്ടെന്നാണ് പറയപ്പെടുന്നത്. തുടർന്ന് 13ാം നൂറ്റാണ്ടിൽ ഹോസ്ല രാജാക്കന്മാർ ക്ഷേത്രത്തിന്റെ കൂടുതൽ നിർമ്മാണങ്ങൾ നടത്തി ക്ഷേത്രം പുതുക്കി പണിതു. വിജയനഗര രാജാക്കന്മാരും ഇതിന്റെ പുനരുദ്ധാരണത്തിന് കാര്യമായ പങ്കുകൾ വഹിച്ചുവെന്ന് പറയപ്പെടുന്നു. പിന്നീട് മൈസൂർ വോഡയർ രാജാവിന്റെ പത്നി 1849 ക്ഷേത്രത്തിന്റെ 9 നിലകളുള്ള ഗോപുരം നിർമ്മിച്ചു. 9 നിലകളുള്ള ഈ ഗോപുരത്തിന്റെ ഉയരം 120 അടിയാണ്. ഇതിൽ ദ്രാവിഡ രീതിയിൽ തീർത്ത ആർട്ട് വർക്കുകൾ ഏതു സഞ്ചാരികളെയും ആകർഷിക്കുന്നതാണ്. ഇവിടുന്ന് നേരെ പോയത് സത്യമംഗലം ഫോറസ്റ്റിലേക്കാണ്. ഏകദേശം 114 കിലോമീറ്റർ ആണ് ഇവിടുന്ന് ഉള്ളത്. ഈ സത്യമംഗലം ഫോറസ്റ്റ് ഭൂരിഭാഗവും വരണ്ട കാടായിട്ടാണ് കണക്കാക്കുന്നത്. 1972 സത്യമംഗലം റിസർവ് ഫോറസ്റ്റ് ആക്കി മാറ്റിയത്. 2008 ഇത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആക്കി പ്രഖ്യാപിച്ചു. 2011 ഈ ഫോറസ്റ്റിന്റെ വിസ്തീർണം 1411 സ്ക്വയർ കിലോമീറ്റർ ആക്കി വർദ്ധിപ്പിച്ചു. പിന്നീട് 2013 ഇത് ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആക്കി പ്രഖ്യാപിച്ചിട്ടോ. തുടങ്ങുമ്പോൾ 25 കടുവകൾ ഉണ്ടായിരുന്ന ഈ കാട് 2024 88 കടുവകളിൽ കൂടുതലായിട്ട് വർദ്ധിച്ചു. പിന്നെ ഈ കാട്ടിലെ രാജാവായി വിലസിയിരുന്ന വീരപ്പന്റെ സ്ഥലം കൂടിയാണിത്. ഏകദേശം 500ഓളം ആനകളെ കൊന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അങ്ങനെ ഞാൻ ചെക്ക് പോസ്റ്റിലെത്തി തമിഴ്നാട്ടിലേക്ക് കടന്നു. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായി. ഒറ്റയ്ക്കായതിനാൽ ഇരുട്ടുന്നതിന് മുമ്പ് കാട് കടന്ന് ഹൈ റേഞ്ച് ഇറങ്ങിയില്ലെങ്കിൽ റിസ്ക് ആണ്. പോകുന്ന വഴിയിൽ മാനുകളെയൊക്കെ ഒത്തിരി കണ്ടെങ്കിലും കൂടുതലൊന്നും ഞാൻ എടുത്തില്ല. പോകുന്ന വഴിയിൽ ഒരു ചെറിയ ജംഗ്ഷനിൽ നിന്നൊരു ചായയും കുടിച്ച് ഞാൻ യാത്ര തുടർന്നു. അങ്ങനെ കാടൊക്കെ കണ്ട് ഹൈ റേഞ്ച് ഇറങ്ങി ഞാൻ നേരെ ചെന്നത് സത്യമംഗലം കാടിനുള്ളിൽ തന്നെയുള്ള ബെന്നാരിയമ്മൻ ടെമ്പിളിലേക്കാണ്ടോ. വളരെ പ്രശസ്തമായ ഈ ബന്നാരി അമ്പലത്തിലേക്ക് നിരവധി തീർത്ഥാടകരാണ് പല ഭാഗങ്ങളിൽ നിന്നും വരുന്നത്. പക്ഷെ എന്നെ ആകർഷിച്ചത് ഇവിടുത്തെ 24 ക്യാരറ്റ് സ്വർണത്തിൽ തീർത്ത
പെന്നാരി അമ്പലിൻ്റെ സ്വർണ്ണരഥമാണ്. ദിവസവും വൈകുന്നേരം 6:30 മണിയാകുമ്പോൾ സ്വർണ്ണരഥം അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കും. അതീവ സുരക്ഷകളോടുകൂടി തന്നെയാണ് ഈ സ്വർണ്ണരഥം ഇവിടെ സൂക്ഷിക്കുന്നത്. ഞാൻ ഏകദേശം 3/4 മണിക്കൂറോളം ഇതിനായി ഇവിടെ കാത്തുനിന്നു. എന്നെങ്കിലും ഇതുവഴി വരുവാണെങ്കിൽ തീർച്ചയായും ഈ കാഴ്ച നേരിട്ട് ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഇനി ഏകദേശം ഒരു 3 കിലോമീറ്ററും കൂടി ഓടിച്ചാൽ ഈ കാട് കവർ ചെയ്ത് എനിക്ക് നാഷണൽ ഹൈവേയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.